സീൻ ആർട്ടിസ്റ്റുകൾ തന്നെ സെലക്ട് ആക്കിയ സീനാണ്. അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരം അവര് തന്നെ അതിൽ പൂർണ്ണമായിട്ട് രേണു സുധിയുടെ സമ്മതം ഉണ്ടായിരുന്നു. രേണു ചേച്ചി കടത്തുന്ന രീതി വന്നേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ ഏറെ ഞെട്ടലുളവാക്കുന്ന ഏറെ ഗൗരവമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതേ മറ്റാരുമല്ല, നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും എയർ ഹോസ്റ്റസും നഴ്സും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവും ബാറുകളുടെ അംബാസഡറും ബാർ ഡാൻസറും സ്റ്റേജ് സിംഗറും മലയാളികളുടെ തമന്ന എന്ന വിശേഷണവുമുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിരുന്ന രേണു സുധി. അതേ രേണു സുധിയുടെ ആൽബവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ ഏറെ സംശയമുളവാക്കുന്ന ഏറെ ഞെട്ടലുളവാക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഡയറക്ടർ പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ, നിരവധി പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ, നിരവധി ആളുകൾ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പഹയന്മാരും അതുപോലെ തന്നെ ഒപ്പം തന്നെ ചില അമ്മമാരും ചോദിച്ചിരിക്കും. അതായത് ഇവരുടെ ആൽബത്തിന്റെ ഒക്കെ പിറകിൽ ചില അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള സംശയം രൂക്ഷമാകുന്നു. ചില ക്ലിപ്പിങ്ങുകളിൽ ചില പൊരുത്തക്കേടുകളുണ്ട്, അത് സസൂക്ഷ്മം നിരീക്ഷിക്കണം താങ്കൾ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ആൽബത്തിന്റെ മറവിൽ അനാശാസ്യം നടത്തിയതിന്റെ പേരിൽ പ്രമുഖ നടി അറസ്റ്റിലായേക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. അതേ മന്ദാരച്ചോല എന്ന ഒറ്റ ആൽബത്തോടു കൂടി തന്നെ ഒരു പ്രമുഖ ഡയറക്ടറായി പേരെടുത്ത RJ ലച്ചു എന്ന് പറയുന്ന ആ ഒരു വെറ്ററൻ ഡയറക്ടർ ചില വെളിപ്പെടുത്തൽ നടത്തുകയാണ്. ഡയറക്ടർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതേ ഡയറക്ടർ RJ ലച്ചുയുടെ ഒരു പുതിയ ഇന്റർവ്യൂ ഒരു പ്രമുഖ ചാനലിൽ ഒരു അവതാരികയും ഒത്തുള്ള ഇന്റർവ്യൂ വന്നിരിക്കുന്നു. എന്താണ് അവൾക്ക് പറയാനുള്ളത്? വരട്ടെ. അരോചകമായിട്ട് തോന്നി, ഈവൻ എല്ലാവർക്കും അരോചകമായിട്ട് തോന്നിയ ഒരു വിഷയമാണ്. അപ്പോ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിച്ചു എന്നാണ് പല വ്ളോഗേഴ്സും, അതായത് അവരുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള വ്ളോഗേഴ്സ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ പറയുന്ന കഥാപാത്രങ്ങൾ അഭിനയിക്കുന്ന അഭിനേതാക്കളുണ്ടല്ലോ, ഇവരിൽ ആരെങ്കിലും തന്നെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഈ രേണു സുധി ആകട്ടെ, ദാസേട്ടനാകട്ടെ, പ്രജീഷ് എക്സെട്ര നിങ്ങളുടെ നടന്മാര് ആകട്ടെ, അവരിൽ ആരെങ്കിലും തന്നെ ഇങ്ങനെ ഒരു സീൻ ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് ഇത്രയും പറ്റില്ല, ഇത്രയും ഇന്റിമസി പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ എന്ന് ഈ രേണു സുധി അല്ലെങ്കിൽ ദാസേട്ടൻ ഉൾപ്പെടെ ആരെങ്കിലും തന്നെ പറഞ്ഞിട്ടുണ്ട്? ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും ആ സീനിലും ആ ഒരു പറഞ്ഞു കൊടുത്ത സ്റ്റോറിയിലും ഓക്കെ ആയിരുന്നു. അങ്ങനെയല്ലല്ലോ ദാസേട്ടൻ എന്ന് പറയുന്ന പഹയനും മറ്റു ചില ആളുകളും പറഞ്ഞത്. അവർ അറിയാതെ ചില സീനുകൾ ഷൂട്ട് ചെയ്തു എന്നാണ് അവർ ആരോപിച്ചത്. എന്നാൽ അതൊന്നുമല്ല സത്യം. അവരുടെ അറിവോടുകൂടി, അതായത് അത്തരം കിടപ്പറ രംഗങ്ങൾ അടക്കമുള്ള കാമലീലകൾ അടക്കമുള്ള രംഗങ്ങൾ വേണമെന്ന് താരങ്ങൾ തന്നെ, പ്രത്യേകിച്ചും പ്രമുഖ താരമായ രേണു സുധി തന്നെ ആവശ്യപ്പെട്ടു എന്നാണ് ഡയറക്ടറുടെ വെളിപ്പെടുത്തൽ. പിന്നെ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ വിഷ്വൽസ്, നിങ്ങളുടെ ആൽബത്തിൽ വരേണ്ടതായ വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആൽബത്തിനെ അത് ബാധിക്കില്ലേ? ഇവിടെ വന്നിട്ടുള്ള സീനുകൾ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ആൽബത്തിനെ ബാധിക്കില്ലേ? പിന്നെ അതുകൊണ്ടോട് പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ബാധിക്കുമെന്നോ? ബാധിച്ചു കഴിഞ്ഞു. ആ ആൽബത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. അതായത് ഏവരെ ഉറ്റുനോക്കിയിരുന്ന ഒരുപക്ഷെ ക്യാൻ ഫിലിമിൽ പോലും പ്രദർശിപ്പിക്കേണ്ടിയിരുന്ന ആൽബത്തിന്റെ പ്രധാനപ്പെട്ട സീനുകൾ പുറത്തു വന്നു. ഈ ആൽബം തകർന്നു. ഇതുപോലൊരവസ്ഥ ഒരു ആൽബം പ്രൊഡ്യൂസറിനും ഉണ്ടാവാൻ പാടില്ല. ഈ 3 ആണുങ്ങള് ഈ രേണു സുധി എന്ന് പറയുന്ന ലേഡീനെ പൊക്കി ഉയർത്തുന്നതും അവിടുന്ന് പൊക്കി ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു, ഒരാളെടുത്ത് ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറെ സീൻ വന്നല്ലോ ഒരു കള്ളി ഷാപ്പിൽ വെച്ച്. ആ സോങ് ആൽബത്തിലുള്ള വിഷ്വൽസ് അല്ല, അത് എന്റെ ഇഷ്ടപ്രകാരം എടുത്തിരിക്കുന്നതല്ല. ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ, ഒരു സ്ത്രീയെ, അവരൊരു ഒരു നായികയാണ് ഒക്കെയാണ്, പക്ഷെ ആ ഒരു സീനില് ആ സ്ത്രീയെ ഈ 3 പുരുഷന്മാരും പൊക്കി ഉയർത്തി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന പോലത്തുള്ള ഇതൊക്കെയാണ്. ആ സീൻ നമ്മുടെ ആൽബത്തിലുള്ളതല്ല. ആ സീൻ ആർട്ടിസ്റ്റുകൾ തന്നെ സെലക്ട് ആക്കിയ സീനാണ്. അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരം അവര് തന്നെ അതിൽ പൂർണ്ണമായിട്ട് രേണു സുധിയുടെ സമ്മതം ഉണ്ടായിരുന്നു, രേണു ചേച്ചി ദാസേട്ടന്റെ സമ്മതം ഉണ്ടായിരുന്നു, പ്രതീക്ഷന്റെ സമ്മതം ഉണ്ടായിരുന്നു, വേറൊരു നായകൻ. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രമുഖ നടിയുടെ ആവശ്യപ്രകാരം ചില മോശമായ ചില കിടപ്പറ രംഗങ്ങൾ അല്ലെങ്കിൽ കെട്ടിപ്പിടി രംഗങ്ങൾ ചിത്രീകരിക്കുന്നു. അതിനുശേഷം അത്തരം ക്ലിപ്പിങ്ങുകൾ എവിടെയാണ് വിൽക്കുന്നത്, ഏത് സൈറ്റുകളിലേക്കാണ് പോകുന്നത് അറിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ആളുകൾ സംശയിക്കുന്നത് പോലെ ചില അനാശാസ്യ പ്രവർത്തനങ്ങൾ ആൽബത്തിന്റെ മറവിൽ നടക്കുന്നുവെന്ന് സംശയിച്ചു കഴിഞ്ഞാൽ ആരെയും തെറ്റു പറയാൻ സാധിക്കത്തില്ല. ചില സംശയാസ്പദമായ ചില ക്ലിപ്പിങ്ങുകൾ വരട്ടെ.
നിങ്ങളെ വണ്ടിയോ? അതായത് ഷൂട്ട് കഴിഞ്ഞ് ദാസേട്ടൻ എന്ന് പറയുന്ന ഒരു പഹയൻ ഒരു കുട്ടി നിക്കറും ഇട്ടുകൊണ്ട് ഓൻ ലേശം ക്ഷീണിതനാണ്. ഓൻ ഇരിക്കുമ്പോൾ പ്രമുഖ നടി ഓന്റെ അടുത്ത് പോയി നിന്ന് ഓനെ തൊട്ടുരുമി ചില സ്വകാര്യങ്ങൾ പറയുന്നു. എന്തോ ഒരു റിക്വസ്റ്റ് ഓനോട് നടത്തുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് താരത്തിന്റെ. എന്നാൽ ദാസേട്ടൻ എന്ന് പറയുന്ന ആ ഒരു പഹയൻ, ഓനെ സംബന്ധിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഓൻ പകല് നല്ല രീതിയിൽ പണിയെടുത്ത് ക്ഷീണിച്ചൊരു പഹയനാണ്. ബംഗാളിന്റെ മാതിരി ഇരട്ടിപ്പണി ഓനെ കൊണ്ട് എടുപ്പിച്ച് അത്തരത്തിലൊരു പഹയൻ. ഓൻ ആ ഒരു റിക്വസ്റ്റ് സ്വീകരിക്കുന്നില്ല. ഓനെ കൊണ്ട് ഇനി കൂട്ടിയാൽ കൂടില്ല എന്ന് ഓൻ തുറന്ന് സമ്മതിക്കുകയാണ്. അതിനുശേഷം പിന്നീട് എന്താണ് നടന്നത്? അതായത് ഇവിടെ സംശയിക്കേണ്ടത് താരം ആ ഒരു പഹയനോട് പറയുകയാണ്, ഇവിടെ ഇരുന്ന് ഇങ്ങനെ പരസ്യമായി സംസാരിക്കുന്നത് അത്ര സുഖകരമായ പരിപാടിയല്ല. അപ്പുറത്തേക്ക് പോയി കുറ്റിക്കാട്ടിൽ പോയതിനു ശേഷം ചില കലാപരിപാടികൾ നമുക്ക് നടത്താമെന്ന് താരം ഒരുപക്ഷെ ഓനോട് പറയുന്നു, ഓന്റെ ചെവിയിൽ മന്ത്രിക്കുന്നു എന്നാണ് തോന്നുന്നത് ബോഡി ലാംഗ്വേജ് കണ്ടിട്ട്. ഓൻ അതിന് സമ്മതം മൂളുന്നു, ഓൻ കൈ കൊടുക്കുന്നു, ഓൻ ഇണ്ടിക്കുന്നു. താരവും മോനും തമ്മിൽ കുറ്റിക്കാട്ടിലേക്ക് നീങ്ങുന്നു. ആ ഒരു പഹയനും താരവും കൂടി ദൂരേക്ക് നടന്നു പോകുന്നു. അപ്പോൾ നടി പറയുന്നു, ഇവിടെ ഇരുട്ടില്ല, നല്ല ഇരുട്ടുള്ളിടത്തേക്ക് ആ കുറ്റിക്കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ സൗകര്യമാവും. അത് മാത്രമല്ല, അതിനുശേഷം അതിരാവിലെ നമ്മൾ എന്താണ് കണ്ടത്? കാറിനുള്ളിൽ കയറി ഇരിക്കുവാണോ? കാറിനുള്ളിൽ കയറി ഇരിക്കാൻ രണ്ടുപേരുടെ ഭയങ്കര ചൂട് പുറത്ത്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഷൂട്ട്? അടിപൊളി ഷൂട്ടായിരുന്നു. അടിപൊളിയാണോ? ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കുന്നവരല്ല ഞങ്ങൾ, അല്ലേ? തീയിൽ കുരുത്തത് എത്ര ഷൂട്ടുകൾ. ആകെ മൊത്തം കൂട്ടിക്കേച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൽബത്തിന്റെ മറവിൽ എന്തൊക്കെയോ ചില കലാപരിപാടികൾ, അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ഓലെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണെങ്കിൽ പ്രമുഖ താരത്തിന്റെ ഈ ഒരു ആൽബത്തിന്റെ മറവിലുള്ള അനാശാസ്യം ഉടൻ തന്നെ പിടിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Buttercup, you want another.